5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ആശാ വർക്കേഴ്സ് 40-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ 39 കഴിഞ്ഞ് 40-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അവർ നിരാഹാര സമരത്തിലേക്കാണ്. ഇന്ന് 3 പേർ അവരുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളായിട്ടുള്ള 3 പേർ ഇന്ന് നിരാഹാരം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു കൗതുകമായ ചിന്ത, ഒരു വേറിട്ട ചിന്ത, നമുക്ക് ശൈലജ ടീച്ചറെ തിരിച്ചു വിളിച്ചാലോ? അവർ ആരോഗ്യമന്ത്രിയായിരുന്നു, മറ്റ് PR വർക്കും മറ്റെല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്വതയുള്ള ഒരു നേതാവായിരുന്നു. അവർക്ക് ഉദ്യോഗസ്ഥരെയും IAS-കാരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന എങ്ങനെയെന്ന് നന്നായി അറിയാമായിരുന്നു. ഒരു സ്നേഹം കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചർ അമ്മയെന്നൊക്കെ പറഞ്ഞ ആളുകൾ ട്രോളൊക്കെ ഇറക്കിയത്. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ നമ്മുടെ ആരോഗ്യമന്ത്രി നേരത്തെ NHM ഡയറക്ടറുമായിട്ടൊരു ചർച്ച നടത്തി, ഈ ആശാ വർക്കേഴ്സ്, അത് പൊളിഞ്ഞു. മന്ത്രിയുമായി ചർച്ച നടത്തി, അതും പരാജയമായി. വീണ്ടും സ്ക്വയർ ഒന്നീന്നാണ് മന്ത്രി തുടങ്ങുന്നത്. മന്ത്രി മുഖ്യമന്ത്രിയോടൊന്ന് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയോടും തൊഴിൽ മന്ത്രിയോടും ഒക്കെ സംസാരിച്ചിട്ട്, കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള നേതാക്കളല്ലേ അവരൊക്കെ, രാഷ്ട്രീയ പക്വതയുള്ള രാഷ്ട്രീയ കളരിയിൽ വളർന്നു വന്നിട്ടുള്ള ആളുകളല്ലേ നമ്മുടെ മുഖ്യമന്ത്രിയും, അതുപോലെ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയും, അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാലും ഒക്കെ രാഷ്ട്രീയം പയറ്റി വന്നവരാണ്. അപ്പൊ അവർക്ക് സമരം നടത്താൻ അറിയാം, സമരം ഒത്തീർപ്പാക്കാൻ അറിയാം, എല്ലാം അറിയാം. ഇതാ NHM ഡയറക്ടർ, വളരെ ജൂനിയർ ആയ ഒരു IAS-കാരൻ. അദ്ദേഹത്തിന് ഇത് ശങ്കാണ് മത്തങ്ങയാണെന്ന് അറിഞ്ഞൂടെ, ഇപ്പോഴും അറിയത്തില്ല. അദ്ദേഹം എന്താണ് പറയണമെന്ന് അറിയില്ല, എന്ത് ഓർഡർ ഇറക്കണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് മന്ത്രി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, ആശാ വർക്കേഴ്സിന് കേരള സർക്കാർ വിചാരിച്ചാൽ 5 പൈസയും കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല, കേന്ദ്ര സർക്കാരാണ് എല്ലാം ചെയ്യേണ്ടത്. ഇന്നലെ അവരോട് പറയുന്നു, നിങ്ങളെ സമരം ന്യായമാണ്, നിങ്ങൾക്ക് കൂട്ടിത്തരാനൊക്കെ ഞങ്ങൾ വിചാരിച്ചാൽ പറ്റും, പക്ഷെ ഞങ്ങളെ പൈസ ഇല്ല. മന്ത്രി തന്നെ സമ്മതിക്കുകയാണ്. നേരത്തെ മന്ത്രി പറഞ്ഞ ബൈറ്റുകൾ ഇവിടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ചാനലുകളിലെല്ലാം കിടപ്പുണ്ട്. മന്ത്രി പറഞ്ഞത്, അല്ലെ സർക്കാരിന്റെ ഭാഗമായി ഉള്ളവർ പറഞ്ഞത്, ഇത് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാലേ കൂട്ടാൻ പറ്റൂ, സംസ്ഥാന ഗവൺമെന്റ് കൂട്ടാൻ പറ്റത്തില്ല, വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പറയുന്നത്, ഞങ്ങളൊരു ഇൻസെന്റീവ് കൊടുക്കുന്നു, ചില പരിപാടികൾക്ക്, ചില പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇൻസെന്റീവ് കൊടുക്കുന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഒരു സിക്കിം ഗവൺമെന്റിനെയും കർണാടകത്തെയും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ മറുപടി പറയുന്നത്. അപ്പൊ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, സേവന വേതന വ്യവസ്ഥകളൊക്കെ തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് സംസ്ഥാനത്തിനുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൽ ഉള്ളപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇരുന്ന് പറഞ്ഞത്, ഇത് കേന്ദ്രത്തിൻ്റെതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന്. പക്ഷെ ഇന്നലെ മന്ത്രി പറയുന്നു, നിങ്ങളുടെ ആവശ്യമൊക്കെ ന്യായമാണ്, ഞങ്ങളെ പൈസ ഇല്ല, അല്ലെങ്കിൽ തരാമായിരുന്നു. അപ്പൊ യഥാർത്ഥ പ്രശ്നം പൈസ ഇല്ലാത്തതാണോ, അതോ SUC അടക്കമുള്ള സംഘടനകൾക്ക് മുൻതൂക്കമുള്ള, അല്ലെങ്കിൽ അവരുടെ നേതാക്കളൊക്കെ കൂടി ചേരുന്ന ഒരു സമരമായതുകൊണ്ടാണോ, CIT INTUC പോലെ AITUC BMS തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപിതമായിട്ടുള്ള തൊഴിലാളി സംഘടനകൾ ഇല്ലാത്തതുകൊണ്ടാണോ, എന്താണ് കാരണം? പണമില്ലാത്തതാണെങ്കിൽ അത് ആശാ വർക്കേഴ്സിന്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം പണം കണ്ടുപിടിക്കേണ്ടത് ആശാ വർക്കേഴ്സിന്റെ ജോലിയൊന്നും അല്ലല്ലോ, പണം കണ്ടുപിടിക്കേണ്ട സർക്കാരിന്റെ ജോലിയാണ്. അത് മറ്റൊരുപാട് കാര്യങ്ങളിൽ ചിട്ടകൾ കൊണ്ടുവന്നുകൊണ്ട് പണം കണ്ടുപിടിക്കേണ്ടത് സർക്കാരിന്റെ പണിയാണ്, അത് ആശാ വർക്കേഴ്സിന്റെ ജോലിയല്ല. അപ്പൊ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ സമരം നടത്തുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ്. കേന്ദ്ര ഗവൺമെന്റ് കുറെ ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കുക, അതും ഇതൊക്കെ പറഞ്ഞപ്പോ ഇവിടെ ഉടനെ പറയുകയാണ്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളെ പൈസ ഇല്ല. ശരിക്കും പറഞ്ഞാൽ മന്ത്രിക്ക് ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അവർക്ക് പക്വതയില്ല, രാഷ്ട്രീയ പക്വതയില്ല. നോക്കൂ, അംഗൻവാടിക്കാരുടനെ അടുത്ത സമരത്തിന് വന്നു. അവരും ഇവരെ വകുപ്പിന്റെ കീഴിലാണ്, വനിതാക്ഷേമ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലാണ്. അംഗൻവാടിക്കാരും സമരത്തിന് വന്നു. ഇരട്ട ദുരന്തമാണ്. ഇനിയിപ്പോ അടുത്ത വേറെ ബാക്കി പിന്നെ പ്രീ പ്രൈമറി സ്കൂൾ ആയമാരും അവരും ഒക്കെ സമരത്തിന് വരാൻ നിൽക്കുകയാണ്. ഇത് പരിചയമില്ല. മന്ത്രിയുടെ പ്രശ്നം അതാണ്. നാല് ഡിമാൻഡ് വെച്ചു, 2 ഡിമാൻഡ് അംഗീകരിച്ചു കൊടുത്തു. എന്താ ഡിമാൻഡുകൾ? ഒന്ന്, അവരുടെ പിന്നെ മാനദണ്ഡങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. പിന്നെ ഏത് തൊഴിലിനും പോകാം, അപ്പൊ ഏത് തൊഴിലിനും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എടുത്തു കളഞ്ഞു. അപ്പൊ അവർ 21,000 രൂപ ചോദിച്ചു. 21,000 രൂപ ചോദിച്ചത് കൊടുക്കാൻ ഞങ്ങളിൽ ഇല്ല. ചെറിയ തുക എന്തെങ്കിലും കൊടുത്ത് സമരം ഒത്തീർപ്പാക്കണ്ടേ? അപ്പൊ സമരം ഒത്തീർപ്പാക്കാൻ എങ്ങനെയെന്ന് അറിയത്തില്ല. അതിന് പകരം അവർ 400 പേരാണ് ഉള്ളത്. 400 പേരാണുള്ളത്, പിന്നെ അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് അവർ 26,000 പേരിൽ 400 പേര് അവിടെ കിടക്കുന്നു. അവരവിടെ കിടന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുക. എന്തിനാ അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? എന്തിനാ ഇന്ന് JP നദ്ദയെ കാണാൻ പോയിരിക്കുന്നത്? അപ്പൊ സമരം ഗവൺമെന്റിന് സീരിയസ് ആയിട്ട് ഗവൺമെന്റ് സമരത്തെ കാണുന്നു.
സമരം തീർക്കണമെന്ന് ഗവൺമെന്റിന് തീർക്കണമെന്ന് ആഗ്രഹം കാണുമെങ്കിൽ ഇതിനു മുമ്പേ തീർന്നെങ്കിൽ എങ്ങനെയെങ്കിലും തീർന്നെങ്കിൽ എന്ന ആഗ്രഹം കാണും. ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. സ്ത്രീകളാണിത്, അവർ വിട്ടുപോകുന്നില്ല. അവർ ആദ്യം വന്നപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ കരുത്ത് ആർജിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ വിട്ടുപോകില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് ശൈലജ ടീച്ചറെ ഒന്ന് തിരിച്ചു വിളിക്കാം. അവർ നല്ല ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്നു. എന്ത് പറയുമ്പോൾ അവരെ മറ്റേ കിറ്റ് വാങ്ങിയാലും മാസ്ക് വാങ്ങിയാലും അതിലും ഇതിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതുകൊണ്ട് അതൊരു വഴിക്ക് നിൽക്കട്ടെ. അത് അവർ മാത്രമല്ലല്ലോ അതിന് പങ്കാളി. അതൊരു കൂട്ടു സംവിധാനത്തിൽ വന്നതാണെന്ന് പറയുന്നത്. പക്ഷെ അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് അവരിപ്പോഴും പറയുന്നുണ്ട്. എന്റെ നിലയിലല്ല തീരുമാനം എടുത്തതെന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് മുഖവിലേക്ക് എടുത്താൽ നമുക്ക് ശൈലജ ടീച്ചറെ തിരിച്ചു വിളിക്കാം, ആരോഗ്യവകുപ്പ് അവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിലുള്ള തന്നെ കുറച്ചുകൂടി കാര്യങ്ങളെ കഴിവുള്ള രാഷ്ട്രീയ പക്വതയുള്ള ആർക്കെങ്കിലും ആരോഗ്യവകുപ്പ് കൊടുക്കുക. ആരോഗ്യവകുപ്പ് വളരെ സീരിയസ് ആയിട്ടൊരു വകുപ്പാണ്, അത് കൊടുക്കുക. വലിയ ഉപദ്രവകരമല്ലാത്ത, ഇതുപോലത്തെ സമരമൊന്നും വലുതായിട്ട് വരാത്ത ഒരു നിരുപദ്രവകരമായ ഏതെങ്കിലും വകുപ്പ് നമ്മുടെ വീണ ജോർജിന് കൊടുക്കുക. കാരണം അവരെ മന്ത്രിയായിട്ട് ഇരുത്താതിരിക്കാൻ പറ്റത്തില്ല. കാരണം വേറെ കുറെ ഫോർമുലകൾ ഉള്ളതുകൊണ്ട് അവരെ ഇരുത്താതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് ആലോചിക്കുക. അപ്പൊ നമുക്കിത് ഗൗരവമായിട്ട് കേരള സമൂഹത്തിൽ ചർച്ച ഉയർത്തിക്കൊണ്ടുവരണം. പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. നമുക്കിന് പുതിയ മുദ്രാവാക്യം, ശൈലജ ടീച്ചറെ വിളിക്കൂ, ആരോഗ്യവകുപ്പിനെ രക്ഷിക്കൂ, ആശാ വർക്കേഴ്സിന്റെ സമരം തീർക്കൂ. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. നമ്മുടെ ഗ്രീൻ ഗ്ലോബൽ ചാനൽ ആരംഭിച്ചതിന് ശേഷം സബ്സ്ക്രൈബേഴ്സ് നന്നായി കൂടിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ഇതിനകത്ത് അഭിപ്രായം പറയുന്നു, കാണുന്നുണ്ട്, കമന്റ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കുറച്ചുകൂടി വിപുലീകരിച്ച് വിവിധ വിഷയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സ്റ്റുഡിയോ ഒക്കെ സ്ഥാപിച്ച് കുറെ കൂടി ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് കരുതുന്നു. പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിർലോഭമായ സംഭാവനകൾ കൂടി തന്ന് സഹായിക്കണം. കാരണം നിങ്ങൾ തരുന്ന ഏറ്റവും ചെറിയ പൈസയും ഒരു പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ സമൂഹത്തോട് സംവേദിക്കുമെന്നുള്ള ഒരു മീഡിയം എന്നുള്ള നിലയിൽ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇത് മോണിറ്റൈസ് ചെയ്തൊന്നും തുടങ്ങിയിട്ടില്ല. മോണിറ്റൈസ് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബുകാർക്കും എല്ലാവർക്കും അറിയാം, വളരെ നാമമാത്രമായ തുകയെ കിട്ടുള്ളൂ. ഒരു സ്റ്റേബിൾ കാലം എത്താൻ കുറേ കാലമെടുക്കും. അപ്പോൾ ഇതിനെല്ലാത്തിനും ചിലവൊക്കെ ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ മൊബൈൽ നമ്പർ ഇട്ടേക്കാം. അതെൻ്റെ ഗൂഗിൾ പേ നമ്പർ കൂടിയാണ്. എന്നാലും ഞാൻ അതൊന്ന് പറയുകയും ചെയ്യാം. 9847547881 സുഭാഷ് ചന്ദ്രബോസ്. എൻ്റെ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ പരമാവധി ആളുകൾ കഴിയുന്നത്ര തുക സംഭാവന ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.